നീ സ്വയം സംരക്ഷിക്കുക, നിന്റെ സഹോദരങ്ങളെയും സംരക്ഷിക്കുക. ഈ സംഭവങ്ങൾക്ക് ശേഷം വെറോണിക്ക തന്റെ മുറിയിൽ മൊത്തം പ്രൊട്ടക്റ്റീവ് സിംബൽസ് വരച്ചു വെക്കുന്നു. ഇത് കണ്ട് സാത്താൻ തന്റെ വീട്ടിൽ നിന്ന് പോകാനാണ് അവൾ അങ്ങനെ ചെയ്തത്. പക്ഷേ സംഭവിച്ചതാകട്ടെ, സാത്താൻ ഈ പ്രൊട്ടക്റ്റീവ് സിംബൽസ് എല്ലാം കത്തിച്ചു കളയുന്നു. ഇന്ന് രാത്രി അവളുടെ സിസ്റ്ററിന്റെ കഴുത്തിൽ മുറുകെ പിടിച്ച് സാത്താൻ കൊല്ലാൻ ശ്രമിക്കുന്നു. അന്നേരം വെറോണിക്ക ഓടിപ്പോയി അവളെ രക്ഷിക്കുന്നു. അവളുടെ സിസ്റ്റർ വിചാരിക്കുന്നു വെറോണിക്കയാണ് തന്നെ കൊല്ലാൻ വന്നത് എന്ന്. വെറോണിക്ക അവരോടായി പറയുന്നു, ഈ വീട്ടിലൊരു ആത്മാവുണ്ട്, അതാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന്. പിറ്റേ ദിവസം വെറോണിക്ക വീണ്ടും ഒരു സ്വപ്നം കാണുന്നു. എന്റെ സഹോദരിമാർ തന്നെ കടിച്ചു തിന്നുകയും അനിയൻ തന്നെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്യുന്നതായി അവൾ സ്വപ്നം കാണുന്നു. ഇതിൽ നിന്നും ഞെട്ടിയുണർന്ന അവൾ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ബെഡാണ് കാണുന്നത്. അവൾ ആ ബെഡ് പൊക്കി നോക്കുമ്പോൾ ഒരു കറുത്ത രൂപം കാണുന്നു. ആരോ ബെഡിന്റെ താഴെ കത്തിച്ചു വെച്ചിരിക്കുന്ന പോലെ തോന്നുന്നു. അവൾ ഓടിപ്പോയി എല്ലാ ബെഡും പൊക്കി നോക്കുന്നു. എല്ലാ ബെഡിന്റെ താഴെയും ഇതേപോലുള്ള രൂപം കാണുന്നു. അപ്പോഴാണ് അവൾ അത് ശ്രദ്ധിച്ചത്. ഇതൊരു സാത്താന്റെ രൂപം പോലെയുണ്ട്. തലേ ദിവസം രാത്രി തന്റെ പിതാവ് തന്നെ